യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാസമയത്തിനും ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു അതിൻ്റെ 3 അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു. ഇത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോട് രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും നീറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം മേൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോടും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങിപ്പോകരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബ്ബത്തിലോ സംഭവിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം വന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആ വൃദ്ധന്മാർ നിമിത്തമെന്ന് യേശു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ, ഇതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വട്ടം ജനമുണ്ട്. ദൈവത്തിൻ്റെ 2ാം വരവ് മധ്യാകാശത്ത് വരുവാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം 2ാമത് മധ്യാകാശത്ത് വരുമ്പോൾ ചേർത്തുകൊള്ളും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ സമയം ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് നീ ലോകത്തിൽ വിളിച്ചു പറയുന്നത്. 1 മിനിറ്റ് കൊണ്ട് തകർത്ത് കളയുവാൻ ശേഷിയുള്ള അണുബോംബുകളെ കെട്ടിവെച്ചുകൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് വെല്ലുവിളിക്കുകയാണ്. അതിൽ പാർക്കുന്ന ആർക്കാണ് സമാധാനം? ആർക്കും സമാധാനമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യനായിരിക്കുന്നത്. സകല മനുഷ്യരും ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ചെവി കൊടുത്ത് മനം തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണം. സുവിശേഷം എന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, പുനരാഗമനം എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഏക പോംവഴിയാണ് സുവിശേഷം. അത് നിഷേധിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. സുവിശേഷം നിഷേധിച്ച് മറികടന്നോടുന്ന മനുഷ്യനെ പിടിക്കുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതാണ് മരണശേഷമുള്ള ന്യായവിധി. സകല മനുഷ്യരും ദൈവം ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ വെളിപ്പാട് 20:12 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മരിച്ച മനുഷ്യൻ ആബാലവൃത്തം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പുസ്തകം എന്ന പുസ്തകം തുറക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ അവൻ തീപ്പൊഴിയിൽ തള്ളിയിടും. അതാണ് 2ാമത്തെ മരണം. ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞിട്ട്
നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആ ന്യായവിധിയുടെ കോടതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നമുക്ക് പരസ്യമായി നമുക്ക് ഇറക്കി തന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ മനസ്സിലാകും. ഈ ഭൂമിയിലെ ജനനം മരണം കഴിഞ്ഞിട്ട് വീണ്ടും മറുലോകത്ത് നമ്മൾ പോയേ മതിയാവൂ. ആരും മരിച്ചിട്ട് ഇവിടെയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അവിടെ വെച്ചാണ് ന്യായവിധിയുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്നത്, വിളിച്ചു പറയുന്നത്. നമ്മൾ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കുന്ന സ്നേഹത്തോടെയാണ്, ഐക്യതയോടെയാണ് നമുക്ക് വേണ്ടി ദൈവം വചനം ഇറക്കി തന്നത്. മോശ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തെ ഉയർത്തി, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുന്നവർക്ക് വേണ്ടി താമരസർപ്പം കൊണ്ട് ഉണ്ടാക്കിയിട്ട് മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ തന്നെ ക്രിസ്തുവിൽ കൂടി പാപം, ശാപം, മരണം കടന്നുകൂടിയ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തിയത്. അത് നോക്കി നമ്മൾ രക്ഷ പ്രാപിക്കണം. അതാണ് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ആഹ്വാനം. ഈ വചനങ്ങളാൽ ഏവരെയും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, വിടിവിക്കുമാറാകട്ടെ.